ദേശീയ സ്കൂൾ ഗെയിംസ് ബോക്സിംഗ് മത്സരത്തിലെ വിധി നിർണയത്തിനെതിരെ പരാതിയുമായി കേരള ടീം ഏകപക്ഷീയമായി വിധി പ്രഖ്യാപിച്ചു എന്നാണ് ആരോപണം. മികച്ച പ്രകടനം നടത്തിയിട്ടും തോൽപ്പിച്ചു എന്ന് താരങ്ങൾ 24നോട് പറഞ്ഞു. വിവേചനം നേരിട്ടതായും ആരോപണമുണ്ട്. താരങ്ങൾ ബോക്സിംഗ് റിംഗിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഒരു കളി എന്ന് പറഞ്ഞാൽ 2 മിനിറ്റാണ്. എൻ്റെ ഫസ്റ്റ് റൗണ്ട് 1 മിനിറ്റും സെക്കൻഡ് റൗണ്ട് 58 സെക്കൻഡും മൂന്നാമത്തെ റൗണ്ട് 58 സെക്കൻഡുമാണ് ഉണ്ടായിരുന്നത്. 2 മിനിറ്റ് ഉണ്ടായിരുന്ന കളി അവരത് ചെയ്തിട്ടില്ല. സെക്കൻഡ്സ് ചെയ്യുന്ന ടൈം ആയാൽ പോലും അവർ കുറയ്ക്കും. സെക്കൻഡ്സ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര റിക്കവറി കിട്ടുന്ന ടൈമാണ്. അതുപോലെ അവർ തന്നില്ല. തളർന്നു എന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും അവർ ഇത് ചെയ്യുക, ടൈം കുറയ്ക്കുക. അപ്പം തന്നെ ഒരു ബെല്ല് അടിക്കും. പിന്നെ എല്ലാ കളിയും ഭോപ്പാൽ വെച്ചിട്ടുണ്ടായിരുന്നാലും മണിപ്പൂർ വെച്ചിട്ടുണ്ടായിരുന്നാലും എല്ലാ കളിയിലും ലൈവ് ഉണ്ടായിരുന്നു. എല്ലാ കളിയുടെ ലൈവും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഈ ക്യാമറ അലോഡ് അല്ലെന്നാണ് പറയുന്നത്. 2-3 പേര് റിങ്ങി കയറി പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ ഡിസ്ക്വാളിഫൈ ചെയ്യുമെന്നാണ് അവർ പറഞ്ഞത്. ഭീഷണിപ്പെടുത്തിയാണ് അവരെ ഇറക്കിയത്. കോച്ച് സംസാരിച്ചിട്ട് അവർ സമ്മതിക്കുന്നില്ലായിരുന്നു. നിതിൻ അംബുജനുണ്ട് വിവരങ്ങളുമായി. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് നിതിൻ, വിവേചനം നേരിട്ടു എന്നാണല്ലോ കേരള ടീം അംഗങ്ങൾ പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിതിൻ? ഉന്മേഷ്, ഗുരുതരമായ ഒരു പരാതിയാണ് കേരള സ്കൂൾ ഗെയിംസിലെ ബോക്സിംഗ് താരങ്ങൾ ഉന്നയിക്കുന്നത്. കാരണം ഈ മാസം 2-ാം തീയതി ആരംഭിച്ച മത്സരം, അത് അണ്ടർ 17, 19 വിഭാഗത്തിൽപ്പെട്ടവരുടെ ബോക്സിംഗ് മത്സരമാണ് ഇപ്പോൾ ഡൽഹിയിൽ തുടരുന്നത്. ഇന്ന് സെമി ഫൈനലും നടക്കാൻ പോവുകയാണ്. ഇതിൽ ഏതാണ്ട് 27 താരങ്ങളാണ് കേരളത്തിൽ നിന്ന് ഡൽഹിയിലെത്തിയത്. ഇതിൽ പലരും ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കാതെ പലരും പുറത്താകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പലപ്പോഴും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും അത് സംഘാടകർ ഇടപെട്ട് തോൽപ്പിച്ചു എന്നാണ് ഇവർ ഉന്നയിക്കുന്ന പരാതി. ഡൽഹിക്ക് അനുകൂലമായി തന്നെ വിധി നൽകുകയും ചെയ്തു എന്ന് പരാതി ഉന്നയിക്കുന്നു. 5 പേരടങ്ങുന്ന വിധികർത്താക്കൾ പലരും ഡൽഹിക്ക് അനുകൂലമായി നിന്നു എന്ന ഒരു പരാതിയാണ് ഉന്നയിക്കുന്നത്. നമ്മൾ അവിടെ പോയപ്പോൾ കണ്ട ദൃശ്യം ബോക്സിംഗ് റിംഗിൽ താരങ്ങൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നതാണ്. അത്തരത്തിൽ നാടകീയമായ പല സംഭവങ്ങളും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ ഒരു മത്സരത്തിന്റെ ഭാഗമായി തന്നെ നടന്നു. അതിനുശേഷം പ്രതിഷേധിച്ചപ്പോഴാണ് പലപ്പോഴും ഈ വിധികർത്താക്കൾ മത്സരം അത് പിന്നീട് വീണ്ടും അത് വിധി നിർണ്ണയിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ വിധി നിർണ്ണയിച്ച ഏതാണ്ട് 2 താരങ്ങൾ സെമി ഫൈനലിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും പലപ്പോഴും നമുക്ക് അർഹതപ്പെട്ട മെഡലുകൾ നഷ്ടപ്പെട്ടു എന്നാണ് ഇപ്പോൾ കോച്ചും അതോടൊപ്പം തന്നെ ഈ താരങ്ങളും ഉന്നയിക്കുന്ന പരാതി. എന്തായാലും ഇന്നിപ്പോൾ സെമി ഫൈനൽ നടക്കാൻ പോകുന്നു. സമാനമായ ഒരു നിലയിലേക്ക് തന്നെയാണ് വിധി പോകുന്നതെങ്കിൽ വീണ്ടും പ്രതിഷേധിക്കാൻ തന്നെയാണ് തീരുമാനം. കഴിഞ്ഞ കാലങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ഉണ്ടായില്ല. പക്ഷേ ഡൽഹിയിലെ നാഷണൽ ഗെയിംസിൽ വലിയ തരത്തിൽ വിവേചനം നേരിട്ടു എന്നാണ് പറയുന്ന പരാതി. കാരണം ഭോപ്പാലും അതോടൊപ്പം തന്നെ മുൻപ് നടന്ന മത്സരങ്ങളടക്കം വെബ് സ്ട്രീമിംഗ് ഉണ്ടായിരുന്നു. ഇത്തവണ അത് വെബ് സ്ട്രീമിംഗ് ഇല്ലാതെയാണ് മത്സരം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇന്ന് മുതൽ വെബ് സ്ട്രീമിംഗ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും വലിയ പ്രതിഷേധത്തെ തുടർന്ന് പലപ്പോഴും ഈ വിധികർത്താക്കൾക്ക് വിധി മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇത് കേരളം മാത്രമല്ല, തമിഴ്നാടും കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളും ഇത്തരം പരാതിയുമായി രംഗത്തുണ്ട്. എന്തായാലും മത്സരം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വലിയ പ്രതിഷേധം ഈ താരങ്ങൾ ഉന്നയിച്ചു. ഇതിനെ തുടർന്നാണ് പലപ്പോഴും സംഘാടകർക്കടക്കം ഇതിൽ പിന്നീട് യഥാർത്ഥ വിധിയിലേക്ക് പോകേണ്ടി വന്നത്. എന്തായാലും ഇനിയും ഇത്തരം ഒരു നടപടി ഉണ്ടായ ശക്തമായ പ്രതിഷേധം മുന്നോട്ട് പോകുമെന്നൊരു കാര്യമാണ് ഈ താരങ്ങളടക്കം ഇപ്പോൾ ഉന്നയിക്കുന്നത്. എന്തായാലും വലിയ ആശങ്കയിലാണ്. കാരണം മാസങ്ങൾ നീണ്ട കടുത്ത പരിശീലന ശേഷം ഈ റിംഗിലിറങ്ങുമ്പോൾ ഇത്തരത്തിൽ ഏകപക്ഷീയമായ ഒരു വിധി സ്വീകരിച്ചതോടെ തന്നെ ഇവരുടെ ഭാവി തന്നെ ഒരു ഇപ്പോൾ ഈ പോയിന്റ് അടക്കം നിശ്ചയിക്കുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. അതൊക്കെ നേരത്തെ നിശ്ചയിക്കുന്നതാണ്. അത് കളിയുടെ നിയമമാണ്, ചട്ടമാണ്. ആ നിലയ്ക്കാണല്ലോ സാധാരണഗതിയിൽ വിധി നിർണയം. അതിൽ നിന്ന് ഭിന്നമായ ഒരു രീതി ഇവിടെ ഉണ്ടായി. അത് ക്രമക്കേട് എന്നുള്ള തരത്തിലാണല്ലോ കുട്ടികളുടെ ആരോപണം. സംഘാടകർ എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ നിതിൻ? ഉന്മേഷ്, ഇതുമായി ബന്ധപ്പെട്ട് സംഘാടകരൊന്നും തന്നെ ഒരു വിശദീകരണം നൽകാൻ തയ്യാറായിട്ടില്ല. ഇന്നലെ പലപ്പോഴും അവിടെ ചെന്നപ്പോൾ നമുക്ക് ചോദിച്ചപ്പോൾ കൃത്യമായ ഒരു മറുപടി നൽകിയിരുന്നില്ല. കാരണം ഇതിൽ അപ്പീലടക്കമുള്ള കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ വിധി യഥാർത്ഥ വിധിയല്ല എന്ന് പറയുമ്പോൾ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നൊരു മുന്നറിയിപ്പാണ് ഈ സംഘാടകർ പലപ്പോഴും ഈ താരങ്ങൾക്കടക്കം നൽകുന്നത്. അതിനെ തുടർന്ന് വലിയ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാൻ അവർ തയ്യാറാത്ത സാഹചര്യമുണ്ട്. പിന്നീടാണ് ഏറ്റവും അവസാനം ഒരു സഹികെട്ട നിലയിൽ താരങ്ങളടക്കം ഈ ബോക്സിംഗ് റിംഗിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. അതിനുശേഷമാണ് ഈ വിധി മാറ്റാൻ അവർ തയ്യാറായത്. ഇനി പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും അവർ ഒരു തീരുമാനിച്ചിട്ടില്ല. കാരണം പരാതിയുമായി മുന്നോട്ട് പോയാൽ അത് അവരുടെ ഭാവിയെ തന്നെ ബാധിക്കുമെന്നൊരു ആശങ്ക അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അത്തരത്തിൽ തന്നെ ഇപ്പോൾ ഈ ബോക്സിംഗ് റിംഗിൽ നിന്ന് പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ വിധി പലപ്പോഴും മാറ്റേണ്ട ഒരു സാഹചര്യം അവർക്കുണ്ടായത്. എന്തായാലും ഇതിൽ സംഘാടകർ ഒരു കൃത്യമായ മറുപടി ഇതുവരെ നൽകിയിട്ടില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. പക്ഷേ ഇന്ന് മുതൽ വെബ് സ്ട്രീമിംഗ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ, അത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്ന മത്സരങ്ങളടക്കം വെബ് സ്ട്രീമിംഗ് ഉണ്ടായിരുന്നു. ഇത്തവണ അത് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് മുതൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. ഇനിയും സമാനമായി തന്നെ ഇത്തരം വിധിയാണ് വരുന്നതെങ്കിൽ പ്രതിഷേധിക്കാൻ തന്നെയാണ് ഇപ്പോൾ കേരളത്തിലുള്ള താരങ്ങളുടെ തീരുമാനം. ഇത് കേരളം മാത്രമല്ല, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇതേ പരാതിയുമായി രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിവേചനം നേരിട്ടു എന്നുള്ളൊരു പരാതിയാണ് ഉന്നയിക്കുന്നത്.
വിവേചനം നേരിട്ടെങ്കിൽ അത് അങ്ങേയറ്റം ഗൗരവതരമാണ്. നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.